പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കനലെരിയുന്ന 4ാം ആഴ്ചയിലേക്ക് ലോകം കണ്ണും നട്ടു നിൽക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല ഒരു വ്യക്തിയെ ചൊല്ലിയും വലിയൊരു നിഗൂഢതയുടെ ചുരുളഴിക്കാൻ നെട്ടോട്ടമോടുകയാണ് ലോകരാജ്യങ്ങൾ. ഇറാന്റെ പരമോന്നത നേതാവായി ഈ വർഷം മാർച്ച് 9-ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾ മുജ്തബ ഖമേനി. കാരണം സ്ഥാനമേറ്റെടുത്ത നിമിഷം മുതൽ ഇദ്ദേഹം ഒരു നിഴല് പോലെ മാഞ്ഞുപോയിരിക്കുന്നു. കേട്ടത് ശരിയാണ്. ഇറാന്റെ ഭരണം കൈയാളുന്ന 3ാമത്തെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഒരു പൊതുവേദിയിൽ പോലും മുജ്തബ ഖമേനി പ്രത്യക്ഷപ്പെട്ടില്ല. ഈ അപ്രത്യക്ഷമാകൽ സാധാരണക്കാരെ മാത്രമല്ല, ലോകത്തെ പ്രമുഖ ഇന്റലിജൻസ് ഏജൻസികളായ CIA-യെയും മൊസാദിനെയും വരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പേർഷ്യൻ പുതുവർഷമായ നൗറൂസിൽ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യാൻ പരമോന്നത നേതാവ് എത്തുമെന്നായിരുന്നു ഇന്റലിജൻസ് ലോകം ഉറച്ചു വിശ്വസിച്ചത്. നൗറൂസിന്റെ ദീപ്തിയിൽ മുജ്തബയുടെ മുഖം തെളിയാനായി ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാത്രം. അത് മാത്രമാണ് മുജ്തബയിൽ നിന്ന് ലോകത്തിന് കിട്ടിയത്. ഇതോടെ ഈ നിഗൂഢനായ നേതാവ് എവിടെയാണ്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ആരോഗ്യനില എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്ന ഈ ദുരൂഹതകൾക്കിടയിലും ഒരു സന്തോഷവാർത്ത ലോക ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുജ്തബ ഖമേനി ജീവനോടെയുണ്ടെന്നും അദ്ദേഹമാണിപ്പോഴും ഇറാന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും സൂചിപ്പിക്കുന്ന തെളിവുകൾ US, ഇസ്രായേൽ ഇന്റലിജൻസിന്റെ കൈവശമുണ്ട്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുജ്തബയുമായി കൂടിക്കാഴ്ചകൾക്കായി സമയം തേടുന്നു എന്നത് ഇതിന് അടിവരയിടുന്നു. മുജ്തബ തന്നെയാണ് ഉത്തരവുകൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. അടുത്തിടെ പുതുവർഷത്തിൽ തന്റെ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം മുജ്തബ തന്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ചിത്രങ്ങൾ സമീപകാലത്ത് എടുത്തതാണോ എന്ന് CIA സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. അതിന് പോലും ഉറപ്പില്ലെങ്കിൽ ഈ മനുഷ്യന്റെ നിഗൂഢത എത്രത്തോളമാണെന്ന് ഊഹിക്കാമല്ലോ. സുരക്ഷാ കാരണങ്ങളാലാണ് മുജ്തബ പൊതുമധ്യത്തിൽ വരാത്തതെന്നാണ് ഇപ്പോൾ ലോകം നിഗമനം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. എന്തായാലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഈ പുതിയ അധ്യായത്തിൽ ഒരു അജ്ഞാതനായ രാജാവിനെ പോലെ മുജ്തബ ഖമേനി എന്ന പേര് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മുജ്തബയുടേത് എന്ന് കരുതുന്ന സന്ദേശം പുറത്തു വന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാൻ നടത്തുന്ന പോരാട്ടം മിസൈലുകളിലോ ഡ്രോണുകളിലോ യുദ്ധക്കളങ്ങളിലോ മാത്രം ഒതുങ്ങുന്നില്ല. ആഗോള അഹങ്കാരത്തിന് എതിരെയാണ് ഇറാന്റെ പ്രതിരോധമെന്നും അതിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മുജ്തബ ഖമേനി പറഞ്ഞിരുന്നു. അതേസമയം IRGC ആണ് ഇറാന്റെ ഭരണം നടത്തുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ IRGCക്ക് പിന്നിൽ മുജ്തബ ഖമേനിയാണെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പരക്കുന്നത്. അതേസമയം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഭരണ നേതൃത്വത്തിന്റെ ഉന്നതങ്ങളിൽ മുജ്തബയുടെ കൈകളുണ്ടെന്ന് കരുതപ്പെടുന്നത്.